ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. LP-UP പരീക്ഷ ഇങ്ങനെ അടുത്തെത്തിക്കഴിഞ്ഞു. നമ്മളുടെ ചാനലിലാണെങ്കിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു 5 ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് സ്ഥാപിതമായത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ ഒരു ഉത്തരം എന്നുള്ള രീതി അല്ലാതെ ഒന്നിലധികം ഓപ്ഷൻസിൽ നിന്ന് കണ്ടെത്തേണ്ട തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നേക്കാം. അത്തരത്തിലൊരു ചോദ്യമാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ, റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്, ലോർഡ് ഇർവിൻ. അപ്പോൾ 3 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏതാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്ന് അറിയണം കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് RBI സ്ഥാപിതമായത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നല്ല ചോദ്യം, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. അപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് RBI ആണ് നമ്മൾ അറിഞ്ഞിരിക്കണം. RBI-യുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പേരുകളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. A only, B only, A and B, A and C. അപ്പോൾ നമുക്ക് പൊതുവേ പെട്ടെന്ന് ഈ ഒരു കൺസെപ്റ്റ് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കമ്മീഷൻ്റെ പേരുണ്ട് ഹിൽട്ടൺ യങ് കമ്മീഷൻ. പക്ഷേ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കാം, ആ കമ്മീഷന് മറ്റൊരു പേര് കൂടെയുണ്ട്, റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഈ ഒരു പേര് കൂടെയുണ്ട്. അപ്പോൾ ഹിൽട്ടൺ യങ് കമ്മീഷൻ, റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് രണ്ടും കറക്റ്റ് ആൻസേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ത് വരും? A and B ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, RBI ആക്ട് പാസ്സായ വർഷം ഏതാണ്? നമുക്ക് ഒരുപാട് വർഷങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാം നമ്മൾ കാണാതെ പഠിച്ചു വെക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കണക്ട് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ RBI ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ തന്നെയാണ് നമ്മൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. 1934, 35, 49, 37 4 ഓപ്ഷൻസ് ആണ് നമ്മൾക്കുള്ളത്. അപ്പോൾ ചോദ്യം എന്താണ്? RBI ആക്ട് പാസ്സായ വർഷമാണ്. RBI സ്ഥാപിതമായ വർഷമല്ല, RBI ആക്ട് പാസ്സായ വർഷം ഏതെന്നാണ്. നമുക്ക് ഉത്തരം വരുന്നത് 1934 ആണ്. 1934 RBI ആക്ട് പാസ്സായത്. ഇനി 1935 നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നു. എന്താണ് 1935? ഏപ്രിൽ 1 പ്രത്യേകത? റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച ദിവസമാണ് 1935 ഏപ്രിൽ 1. ഇനി അടുത്ത മറ്റൊരു ഡേറ്റും നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നു, 1949. 1949 ജനുവരി 1 പ്രത്യേകത എന്താണ്? ബാങ്ക് ദേശസാൽക്കരിച്ചതാണ്. അപ്പം മനസ്സിലാക്കുക, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് നമ്മൾ RBI എന്ത് ചെയ്തിട്ടുള്ളത്? ദേശസാൽക്കരിച്ചത്, നാഷണലൈസ് ചെയ്തത്. ആ ഡേറ്റ് ആണ് 1949 ജനുവരി 1. ഇനി കേന്ദ്ര ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷവും 1949 തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷനിൽ കിടക്കുന്ന വർഷങ്ങളെല്ലാം എന്താണ്? ഈ ഒരു പ്രത്യേക കൺസെപ്റ്റോട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ലോജിക്കൊക്കെ ഉപയോഗിച്ച് ചിന്തിക്കാമല്ലേ. എന്തായാലും ആക്ട് പാസ്സായ ശേഷമായിരിക്കും ബാങ്ക് സ്ഥാപിതമായിട്ടുള്ളത്. തീർച്ചയായിട്ടും സ്വാതന്ത്ര്യത്തിന് ശേഷമായിരിക്കും ബാങ്ക് നാഷണലൈസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, ബാങ്ക് ഏതെന്ന് കണ്ടെത്തുക എന്നാണ് ചോദ്യം. 1955 ജൂലൈ 1 ദേശസാൽക്കരിച്ചു. പരസ്യങ്ങളിൽ ടാഗോറാണ്. സ്ഥാപക ചെയർമാൻ ഡോക്ടർ ജോൺ മത്തായി. ഏത് ബാങ്ക് എന്ന് കണ്ടെത്താം. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ബാങ്കുകളുടെയൊക്കെ ഈ ഒരു സ്ഥാപകരായിട്ടുള്ള ആളുകളെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതേപോലെ എന്താണ്, പരസ്യങ്ങളിൽ ഏതെങ്കിലും പ്രശസ്തരായിട്ടുള്ളവർ പ്രത്യക്ഷപ്പെട്ടുണ്ടോ, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ പൊതുവെ ദേശസാൽക്കരിച്ചത് നമുക്കൊരിങ്ങനെ ഗ്രൂപ്പായിട്ട് പഠിക്കാനുണ്ട്. പറ്റുന്നത്ര എന്ത് ചെയ്യാൻ നിങ്ങളത് പഠിച്ച് വെക്കാം. ഓപ്ഷൻസ് നോക്കാം. SBI, ICICI, PNB, RBI. അപ്പോൾ നമുക്ക് എന്തായാലും RBI അല്ലെന്ന് അറിയാം. ഇവിടെ നമുക്ക് എന്താണ് ആൻസർ വരിക? SBI ആണ്. അപ്പോൾ ഈ ICICI ആണെങ്കിലും PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിലും ഓരോന്നിനും പ്രത്യേകതകളുണ്ട്. അപ്പം ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് ആദ്യമായി തുടങ്ങിയ ബാങ്ക് ഏത് എന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് PNB ആണെന്നൊക്കെ ഓർക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് വെക്കാം. അടുത്തത്, RBI ഗവർണറായ ആദ്യ വനിത ആരാണ്? RBI ഗവർണറായിട്ടുള്ള ആദ്യ വനിത ആരാണ്? അമ്മു സ്വാമിനാഥൻ, സുജേത കൃപാലിനി, സരോജിനി നായിഡു ഇവരാരുമല്ല. അപ്പോൾ നമുക്ക് ട്വിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം മത്സര പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുകയും ഇന്ത്യൻ RBI ഗവർണറായിട്ടുള്ള ആദ്യ വനിത ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഈ 3 ഓപ്ഷനും നമുക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഇവരെങ്ങാനും RBIയുടെ ഗവർണർ ആയിട്ടുണ്ടോ? മനസ്സിലാക്കുക, ഇന്ത്യയിൽ ഇതേവരെ സ്ത്രീകളാരും RBIയുടെ ഗവർണർ ആയിട്ടില്ല. ഡെപ്യൂട്ടി ഗവർണർ ആയിട്ടുണ്ട്, ഉദ്ദേശി ഡെപ്യൂട്ടി ഗവർണറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ എന്താണ്, ആരും ഗവർണർ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ അമ്മു സ്വാമിനാഥൻ്റെയും സുജേത കൃപാലിനിയുടെയും സരോജിനി നായിഡുവിൻ്റെയും ഒക്കെ പ്രത്യേകതകൾ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയാവുന്ന ആദ്യ ഇന്ത്യൻ വനിതയും ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഗവർണറാവുന്ന ആദ്യ വനിതയുമാണ് ആര്? സരോജിനി നായിഡു. സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ആര്? സുജേത കൃപലാനി. ഇനി നമ്മൾ
ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്കറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ആര്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭാംഗമാണ്, ഒരു സഭാംഗമാണ് അമ്മു സ്വാമിനാഥൻ. ഇനി ഡെപ്യൂട്ടി ഗവർണർ, ആദ്യ വനിതാ ഡെപ്യൂട്ടി ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RBIയുടെ ആദ്യ വനിതാ ഡെപ്യൂട്ടി ഗവർണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ആരാണ്? KJ ഉദ്ദേശി. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദ്യം ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഡെപ്യൂട്ടി ഗവർണർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും KJ ഉദ്ദേശി എന്നുള്ളതാണ് അവിടെ ഉത്തരവായിട്ട് വരിക. അടുത്ത ചോദ്യം, RBI മോണിറ്ററി മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? RBI മോണിറ്ററി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, നോയിഡ. അപ്പോൾ എവിടെയാണ് മോണിറ്ററി മ്യൂസിയം? RBIയുടെ മോണിറ്ററി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കട്ടയിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിൽ എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്